Hi friends, welcome to Regis Pathshala. ഈ ഒരു യൂട്യൂബ് ചാനൽ സ്പെഷ്യലി ഡിസൈൻ ഫോർ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പ്രൊഡക്ട്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിലിംഗ് ആയിരിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക. മസ്റ്റ് സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയുന്നത് ദ ട്രെയ്റ്റ്സ് ഓഫ് എ സക്സസ്ഫുൾ സെയിൽസ് പേഴ്സൺ. സെയിൽസ് പേഴ്സണിന് വേണ്ട അല്ലെങ്കിൽ സെയിൽസിന് വേണ്ട സ്വഭാവ സവിശേഷതകൾ, പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോയിങ് ദ പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിൽക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഇൻ ആൻഡ് ഔട്ട് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കൃത്യമായൊരു പോസ്റ്റ്മോർട്ടം നടത്തണം നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ പ്രൊഡക്റ്റ് മാത്രമല്ല, അതിനൊരു സിമിലാരിറ്റിയുള്ള മറ്റ് കമ്പനീസിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടാവും. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിലിംഗ് ആയ ഒരു കൃത്യമായ പഠനം ആവശ്യമാണ്. കാരണം പീപ്പിൾ സ്റ്റാർട്ടഡ് ടു കമ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയ മറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ചും വളരെ ഡീറ്റെയിലിംഗ് ആയ ഒരു പഠനം ആവശ്യമാണ്. ദെൻ സെറ്റ് ദ വാല്യൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ്. വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അയാളുടെ ലൈഫിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കൃത്യമായി സംസാരിക്കേണ്ടത്. ദെൻ തേർഡ് വൺ, ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ ഹിസ് ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഏത് തരത്തിലാണ് ഗുണകരമാകുക എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നോയിങ് ദ പ്രൊഡക്റ്റിന് ശേഷം നമ്മൾ സംസാരിക്കേണ്ട പ്രൊഡക്റ്റിനെ കുറിച്ചല്ല, അവരുടെ പെയിൻ പോയിന്റ് ആണ്. അവർക്ക് എന്താണ് ഇതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അറിയേണ്ട, ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അവർക്ക് സഫർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, കൃത്യമായിട്ട് ആ പെയിൻ പോയിന്റിനെ പറ്റി സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എ സെയിൽസ് പേഴ്സൺ. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ്, ഈ പ്രൊഡക്റ്റിലെ ഫീച്ചേഴ്സ് ഉണ്ടാവും. നമ്മൾ ചില പ്രൊഡക്ട്സിൽ ഇത്ര വർഷം അടച്ചാൽ മതി, ഇത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതാണ്. അത് അതിൻ്റെ ഫീച്ചർ മാത്രമാണ്. അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദി ഏജൻസ് ഫ്രണ്ട്സ് സംസാരിക്കുന്നത് ഫീച്ചറിനെ കുറിച്ചാണ്. ഫീച്ചേഴ്സ് ആർ ഇൻ ദ പ്രൊഡക്ട്സ്, ബെനിഫിറ്റ്സ് ആർ ഇൻ ദ ലൈഫ്. അപ്പോൾ അവരുടെ ലൈഫിന് വേണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കുക, അവരുടെ പെയിൻ പോയിന്റിനെ കുറിച്ച് സംസാരിക്കുക. കാരണം നമ്മുടെ പ്രസൻറ്റേഷൻ ലെവൽ മാറ്റുക, അവർക്കത് വാല്യൂ ആഡഡ് ആയിട്ട് തോന്നണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ 3 പോയിന്റ് നിങ്ങൾ പ്രസൻറ്റേഷൻ സമയത്ത് ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻ ആൻഡ് ഔട്ട് പഠിക്കുക, വാല്യൂ ആഡഡ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക, ഹൗ ഇറ്റ് വർക്ക്സ് ഫോർ ദ ലൈഫ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ മുന്നിൽ വരും. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.